ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അങ്കിത, 32 വയസ്സുണ്ട്. 25ാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യ വിവാഹം നടക്കുന്നത്. അത് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു ഞങ്ങൾ. ചെക്കന് 27 വയസ്സ്, സുന്ദരൻ, സുമുഖൻ, നല്ല ജോലി, ബിസിനസ് കുടുംബം. അങ്ങനെ പാലക്കാടേക്കാണ് ഞാൻ കാലെടുത്ത് വെച്ചത്. മാഡം, ഒത്തിരി സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. സുന്ദരനായ ഭർത്താവുമൊത്ത് ഞാൻ പലതും കിനാവ് കണ്ടു. പക്ഷേ കിനാവുകളെല്ലാം നുറുങ്ങി ഒടിഞ്ഞുപോയി. അതിന് കാരണം എന്നോട് പുള്ളിക്കാരൻ സ്നേഹപ്രകടനമല്ലാതെ മറ്റൊരു കാര്യത്തിലും ഒരു താല്പര്യവും കാണിച്ചില്ല. ഇഷ്ടം പോലെ പണം ചെലവാക്കാനുണ്ട്. വലിയൊരു തുകയുള്ള ATM കാർഡ് തന്നിട്ട് ആദ്യ രാത്രി ഹസ്ബൻഡിനോട് പറഞ്ഞു, മോളെ, നീ എന്നോട് ക്ഷമിക്കണം. ജീവിതത്തിൽ വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാരകമായ അസുഖമുണ്ടോയെന്ന്. അസുഖമൊന്നുമില്ല, പക്ഷേ എനിക്ക് മറ്റു കഴിവുകളൊന്നുമില്ല. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. മാഡം, നിങ്ങൾ എന്താണ് പറഞ്ഞത്? വിവാഹ നിശ്ചയത്തിനും കല്യാണത്തിനും ഇടയ്ക്ക് ഇത്രയും സമയമുണ്ടായിരുന്നു. അന്ന് പറഞ്ഞുകൂടായിരുന്നു എങ്ങനെയെങ്കിലും ഞാൻ ഒഴിവായിപ്പോയിനെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒഴിവാകാൻ പറ്റില്ല. കാര്യം എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. നിനക്ക് ഈ പണം എടുത്ത് എങ്ങനെ വേണമെങ്കിലും ചിലവാക്കാം. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തുമാകാം. പഴയ കാമുകനുണ്ടെങ്കിൽ അവനെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ പുതിയൊരു കാമുകനെ സ്വീകരിക്കാം. എന്തു വേണമെങ്കിലും ആകാം. പ്ലീസ് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് കാൽ പിടിച്ചു കരഞ്ഞു. ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്, പതുക്കെ ശരിയാകുമെന്ന് പറഞ്ഞു. പുതുതായ ജീവിതത്തിലേക്ക് കടന്ന പെണ്ണല്ലേ, ഭർത്താവ് കാൽ പിടിച്ച് കരയുമ്പോൾ എന്ത് ചെയ്യാനാണ്? ശരി, ഞാൻ ആരോടും പറയില്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. മാഡം, പക്ഷേ അങ്ങേർക്ക് ചികിത്സയൊന്നും നടക്കുന്നില്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്ത്രീകളെന്നും പുള്ളിക്ക് ഇഷ്ടമല്ല, മറ്റു ചില പരിപാടികളാണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. സൗന്ദര്യമുള്ള ഒത്തിരി ആണുങ്ങളുമായി നല്ല കൂട്ടുണ്ട്. അങ്ങനെയായപ്പോൾ ഒരു ദിവസം ഞാൻ തുറന്നു ചോദിച്ചു, നിങ്ങൾക്ക് ഇതല്ല ഇഷ്ടമെന്ന്. പുള്ളി അത് തുറന്ന് സമ്മതിച്ചു. എന്നോട് പറഞ്ഞു, എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. പകരം ആഗ്രഹിക്കുന്ന പലവിധ സുന്ദരന്മാരെ എൻ്റെ കയ്യിൽ കൊണ്ടുതരാമെന്ന്. ഞാൻ ആദ്യം അത് സമ്മതിച്ചില്ല. എങ്കിലും പുള്ളി പല കാര്യങ്ങളും വർണ്ണിച്ച് പറഞ്ഞപ്പോൾ, ചില പിക്ചേഴ്സും വീഡിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ താല്പര്യമുള്ള പുരുഷനെ എനിക്ക് വേണ്ട. അതല്ലാതെ സ്ത്രീകളോട് മാത്രം താല്പര്യമുള്ള സൗന്ദര്യമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഒരാളെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ അതിനായി ശ്രമം. വലിയ വലിയ വമ്പൻ ആളുകളുമായിട്ട് ബന്ധമുള്ള ഫാമിലിയാണ്. അങ്ങനെയാണ് മാഡം സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു നടൻ. അയാളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നടനായാലോ എന്ന് ചോദിച്ചു. എന്നെ കളിയാക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സുന്ദര കുട്ടപ്പനാണ്. അതുമാത്രമല്ല വേറെ പ്രശസ്തയായ നടിയുടെ ഹസ്ബൻഡുമാണ്. അങ്ങനെയായപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമ്മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ കണ്ടാൽ തന്നെ പുള്ളി സിംഹം ചാടി വീഴുന്ന പോലെ ചാടി വീണോളും. നീ ഒന്ന് സമ്മതിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കാദ്യം പേടിയുണ്ടായിരുന്നു, ഉള്ളിൽ മോഹവുമുണ്ട്. ഇത്രയും സുന്ദരൻ എന്നെ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, അയാളുടെ ഭാര്യയേക്കാൾ സുന്ദരി നീയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ കോഴിക്കോട് കൊണ്ടുപോയി. അവിടെ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. നടൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായി. എൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തി, പിന്നെ മറ്റു പലതും പുകഴ്ത്തി. ആ സമയത്താണ് മാഡം ആണ് പുകഴ്ത്തി കഴിഞ്ഞാൽ ഒരു പെണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായത്. നമ്മൾ സിനിമയിലും സീരിയലൊക്കെ കണ്ട് മോഹിക്കുന്ന ആളല്ലേ. ഞാനൊരു മായിക ലോകത്തായിരുന്നു. ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നെ എടുത്ത് വട്ടം കറക്കിയാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. ഭർത്താവ് എന്നെ വിട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ആ ഒരു ദിവസം മുഴുവൻ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ഒഴിഞ്ഞു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ലീലകൾക്ക് പോയി കാണും. എന്നെ അദ്ദേഹം ആ ഒരു റിസോർട്ട് റൂമിലേക്ക് ആനയിച്ചു. സത്യം പറഞ്ഞാൽ നടനെ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആരാധന കൂടുകയാണ് ഉണ്ടായത്. എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായ സൗന്ദര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ എന്നോർത്ത് എൻ്റെ രാജസിംഹാസനത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ ആനയിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് അനുഭവങ്ങളൊന്നുമില്ലെന്നാണ് നിൻ്റെ ഭർത്താവ് പറഞ്ഞത്. എങ്കിലും ഞാൻ ഇത്തിരി റഫായിരിക്കുമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഭർത്താവിൻ്റെ കൂടെ മണിയറയിൽ കയറുമ്പോഴുള്ള സ്വപ്നങ്ങളെക്കാൾ 100 ഇരട്ടിയാണ് എനിക്കിപ്പോഴുള്ള സ്വപ്നം.
അദ്ദേഹം എനിക്ക് സ്വന്തമാകുന്ന ആ നിമിഷം തേടി ഞാൻ എന്തിനും റെഡിയായിരിക്കുകയായിരുന്നു. റൊമാൻറ്റിക്കായി പതുക്കെ തുടങ്ങുന്ന ഒരു ബന്ധമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഭയങ്കര ധൃതിയായിരുന്നു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പോലും ഇഷ്ടമുള്ളവർ ധൃതി കാണിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കന്യയല്ലേ, എനിക്കൊന്നും അറിയില്ല. എന്തായാലും അദ്ദേഹം ഇടവമാസം പോലെ ഒഴുകിയെത്തി. തടയണ കെട്ടാൻ എനിക്ക് മോഹമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ട് ഞാനും അന്തം വിട്ടുപോയി. ഇങ്ങനൊരു പുരുഷൻ ആവേശമുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം എത്ര താരളിതവും സന്തോഷപ്രദമായിരിക്കും. വേദനകൾ സുഖങ്ങൾക്ക് വഴിമാറുമെന്ന് കവി പാടിയത് അന്ന് ഞാൻ ആടിയറിഞ്ഞു. എനിക്ക് അദ്ദേഹത്തോടൊപ്പം എത്താൻ പറ്റുന്നില്ല. കുത്തൊലിച്ചു വരുന്ന ഇടവപ്പാതി മഴയിൽ ഞാൻ നനഞ്ഞലിഞ്ഞു. ഒരു തൂവൻ പിറാവ് പോലെ ഞാൻ ചിറകിട്ടടിക്കുകയായിരുന്നു. എൻ്റെ ചിറകിന് താളം കൂട്ടാൻ അദ്ദേഹവും കൂടെയുണ്ടായിരുന്നു. ശരവേഗത്തിൽ ഞാൻ അവസാനം അലറിക്കരഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. നീ ഇന്ന് പുഷ്പിണിയായെന്ന് പറഞ്ഞു. അതെ, ഞാനാണ് പുഷ്പിണി എന്ന് തുറന്നു സമ്മതിച്ചു. എന്തായാലും 7 മണിയായപ്പോഴാണ് ഹസ്ബൻഡ് വന്നത് രാവിലെ. പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്കന്നേരം ദേഷ്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു സൗഭാഗ്യം എൻ്റെ ഹസ്ബൻഡ് ഒരുക്കി തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഹസ്ബൻഡിന് സന്തോഷമായിരുന്നു. സീരിയൽ നടനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവൾക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ ഇണങ്ങിക്കഴിഞ്ഞു. ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഇവൾ എപ്പോഴും കൂട്ടുകാണും. അവളുടെ ഇഷ്ടങ്ങൾ നീ പരിഗണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഇവൾ അത്ര പാവമൊന്നുമല്ല. ഇന്നലെ ഞങ്ങൾ 4 വട്ടമാണ് മഴ നനഞ്ഞ് കര കയറിയത്, എന്നിട്ട് അവൾക്ക് യാതൊരു പ്രശ്നമില്ലാതിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നാണിച്ച് തല താഴ്ത്തി. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കറക്റ്റാണ്, നിനക്ക് അത്രയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇഷ്ടപുരുഷൻ വന്നപ്പോൾ അറിയാതെ മുന്നോട്ട് പോയതാണെന്ന് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡ് പൊട്ടിച്ചിരിച്ചു. എന്തായാലും സീരിയൽ നടൻ എനിക്കൊരു കാഞ്ചീപുരം പട്ടുസാരി സമ്മാനിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കാറിൽ വെച്ച് നിനക്കിനി എൻ്റെ കൂടെ അടങ്ങിയൊതുങ്ങി നിൽക്കാൻ പറ്റില്ലെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതേപോലെ നല്ല കൊമ്പത്തെ ആളുകളെ കൊമ്പിന്മേലേറ്റാമെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പൊട്ടിച്ചിരിച്ചു. നീ ഒന്ന് മോളിയാൽ പോരെ, ഒരു പ്രശ്നമില്ല, VIP കൾ മാത്രമായിരിക്കും നിൻ്റെ മുന്നിൽ, അത്രയ്ക്ക് ബന്ധങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി മാഡം. പിന്നീടുള്ള എല്ലാ ബന്ധങ്ങളും അങ്ങനെയായിരുന്നു. ഹസ്ബൻഡ് കടലോളമാണ് എനിക്ക് ശരിയാക്കി തന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു സുരക്ഷയുമില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഇതിൽ കൂടി ഏതെങ്കിലും കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ഭർത്താവിൻ്റെ കുട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. പക്ഷേ അങ്ങനെ സംഭവിച്ചതേയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി വീട്ടുകാരിടയ്ക്ക് മുറുമുറുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് കുഴപ്പമാണെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല, മറ്റ് ഇൻട്രസ്റ്റഡാണുള്ളത്. എനിക്കാണെങ്കിൽ നല്ല കുഴപ്പമുണ്ട്, കുട്ടികളുണ്ടാകുകയില്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നല്ല കാര്യം, ഇങ്ങനെ പോയിക്കോട്ടെ, ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തട്ടാമുട്ടി പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. മാഡം, നല്ല ജീവിതമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അവസരങ്ങൾ കൈവന്ന ഒരു ബന്ധമായിരുന്നു അത്. പക്ഷേ അതിന് എനിക്ക് അധിക നാൾ ഭാഗ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഡ്രൈവിങ്ങിൽ ഒത്തിരി താല്പര്യമുള്ള വ്യക്തിയാണ്. ഒരു ദിവസം കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതിനിടയിൽ ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം എന്നെ വിട്ടുപോയി. ഇത് 1.5 വർഷം മുമ്പാണ് നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെയും ഞാൻ കല്യാണം കഴിക്കണമെന്നായി. എനിക്ക് വേണ്ട, എനിക്ക് കുട്ടികളുണ്ടാകില്ലെന്നന്ന് പരിശോധനയിൽ തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇല്ല, അത് പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ ജീവിതമെല്ലാം ഞാൻ മണ്ണോട് മറച്ചിട്ടാണ് പുതിയ ജീവിതത്തിലേക്ക് കാണുന്നത്. ഇപ്പോൾ വന്ന ഭർത്താവും സൗന്ദര്യമുള്ളവനാണ്. അയാളുടെ ഭാര്യ അയാളുടെ കൂടെ 3 മാസം നിന്നുള്ളൂ, വേറൊരാളോട് ഒളിച്ചോടി പോവുകയായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് 2ാം കെട്ടുകാരിയായി എന്നെ കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. ഹസ്ബൻഡിന് ഗൾഫിലാണ് ജോലി. അദ്ദേഹത്തിന് എന്നെ അവിടെ കൊണ്ടുപോകാൻ തക്ക സാമ്പത്തിക ശേഷിയെല്ലാം ഉണ്ട്. പക്ഷേ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു, എൻ്റെ അമ്മ നാട്ടിൽ ഹോം നേഴ്സാണ് നോക്കുന്നത്. അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്കൊത്തിരി താല്പര്യമായനെ, പക്ഷെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരില്ല ഏട്ടാ, 6 മാസം കൂടിയിരിക്കുമ്പോൾ ചേട്ടൻ വന്നാൽ മതി, ഞാൻ അമ്മയെ നോക്കി വീട്ടിൽ നിന്നോളാമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായി. കാര്യം എനിക്ക് ഗൾഫിലെങ്ങും പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു, നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അത്രയൊന്നും പണക്കാരിലിവർ, എങ്കിലും നല്ല സൗകര്യങ്ങളുള്ള വലിയൊരു വീടുണ്ട്. പിന്നെ അമ്മ വയ്യാതെ കിടക്കുകയാണ്. അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്
തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുണ്ട്. ഒരു 3 വീട് അപ്പുറത്താണ് അവരുടെ വീട്. അവർ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8:30 വരെ ഇവിടെ കാണും. ഉറങ്ങാൻ മാത്രമേ അവരുടെ വീട്ടിൽ പോവുകയുള്ളൂ. അമ്മയുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. എങ്കിലും ഞാനിവിടെ ഉണ്ടാകുന്നതാണ് ഭർത്താവിന് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ നാട്ടിൽ നിന്നു. ആദ്യത്തെ ഭർത്താവിൻ്റെ രീതിയിലുള്ളൊരു കുടുംബമല്ലിത്. ഇവിടെ കുറേ അധികം ബന്ധുക്കൾ ചുറ്റും താമസിക്കുന്നുണ്ട്. എല്ലാവരും സദാചാരത്തിന് വാല് പിടിച്ച് നടക്കുന്നവരാണ്. മറ്റേതുപോലെ ഒരു മോഡേൺ ലൈഫ് ഒന്നുമല്ല ഇവിടെ. കറങ്ങാനോ മറ്റാണുങ്ങളെ കാണാനോ ആണുങ്ങൾ ഇങ്ങോട്ട് വരാനോ ഒരു സൗകര്യമില്ല. നമ്മൾ നനങ്ങിയാൽ പോലും അടുത്തുള്ള അമ്മായിയും കുഞ്ഞമ്മയും ചിറ്റമ്മയും ഒക്കെ ചോദിക്കും എന്താണെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും. സദാചാരത്തിന് കാവലാളുകൾ താമസിക്കുന്ന ഒരിടം. എനിക്കാണെങ്കിൽ നല്ല ദുഃഖമുണ്ട് മാഡം. എൻ്റെ ആദ്യ ഭർത്താവിനെ കല്യാണം കഴിച്ചതിൽ ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി പ്രശ്നം തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യഘടകം അദ്ദേഹമായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും സാന്ദ്രവും സന്തോഷവും വേറെ ആരും തരും. ഭർത്താവിനെ കൊണ്ടൊന്നും കൊള്ളില്ലെങ്കിലും അദ്ദേഹം കാണിച്ചു തന്ന വഴികളും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും വില മതിക്കാനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൻ്റെ ആഴം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടി നടന്ന് എനിക്ക് പറ്റില്ല എന്നെനിക്ക് തോന്നി. എങ്കിലും പിടിച്ചു നിന്നേ പറ്റുകയുള്ളൂ. വീട്ടുകാരെ ധിക്കരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാം കൺമുന്നിൽ ഞാനൊരു ശീലാവധിയാണ്, നിറ കൺകുടമാണ്. എന്തു ചെയ്യാനാണ്? ഈ ജീവിതം തന്നെ ജീവിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ബോറായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടുള്ളത് VIPസിനെയും അതേപോലെ നല്ല നല്ല ആളുകളെയുമാണ്. അവരുടെ ഒന്നും 7 അയലത്ത് വരില്ല എൻ്റെ ഭർത്താവ്. അങ്ങേർക്ക് ഒരു ചുക്കു ചുണ്ണാമ്പ് അറിയുകയില്ല. എന്നോട് ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയും. മുൻ ഭർത്താവിനെ താരതമ്യം ചെയ്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അദ്ദേഹത്തെക്കാൾ ബെറ്ററാണ് നിങ്ങളെന്ന്. ആ അത് ശരിയാണ്, അങ്ങേർക്ക് ഒന്നുമില്ലായിരുന്നു, ഇങ്ങേർക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാമല്ലോ. എല്ലാ സത്യങ്ങളാണ്, എന്നാലോ പരമകള്ളങ്ങളും. അങ്ങനെയാണ് എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ അഭിനയിച്ച് ജീവിച്ചു. എൻ്റെ ഭർത്താവ് അടയ്ക്കുമ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധാരണ ഒരു ജീവിതം, അല്ലാതെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഒന്നുമില്ല. അങ്ങനെ ജീവിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും എനിക്ക് വട്ടുപിടിക്കാൻ തോന്നിപ്പോയി. ഈ മരുഭൂമിയിൽ ആശ്വാസമഴയായിട്ട് ആരുമില്ല. പിന്നെ വരുന്ന ആ ചേച്ചിയുണ്ടല്ലോ, അവർ മാത്രം ഇത്തിരി വശപശ കാണുന്ന എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഒരു ദിവസം അവരോട് ചോദിച്ചു, ചേച്ചിക്ക് ഭർത്താവില്ലേത്? ആ ഭർത്താവൊക്കെ ഉണ്ട്, അങ്ങനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഓടിച്ചു വിട്ടു മോളെ. പിന്നെ ഒറ്റയ്ക്കായിരുന്നു. മോളുടെ കല്യാണം കഴിഞ്ഞു. മോനിപ്പോൾ ജോലിയുണ്ട്. ആഴ്ച ഒരിക്കലേ വീട്ടിൽ വരികയുള്ളൂ. രാത്രിയിലൊക്കെ ഞാൻ തനിയാണ്. എന്ത് ചെയ്യാനാ? ഇവിടെ താമസിക്കാൻ പറഞ്ഞതാണ്. എന്നാൽ സ്വന്തം വീട്ടിൽ പോയി കിടക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അർത്ഥം വെച്ചൊന്ന് ചിരിച്ചു. എന്തോ ദുരൂഹത വെച്ചല്ലേ മോള് ചിരിച്ചത്? ഞാൻ തന്നെ താമസിക്കുന്നോർത്ത് എനിക്ക് വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ എന്നോർത്താണോ ചിരിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന്. അല്ല, മോള് അതോർത്തായിരിക്കും ചിരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാൻ സാധ്യതയില്ലേ ചേച്ചി? ചേച്ചി ഇപ്പോഴും വെടുത്ത് തൊടുത്ത് സുന്ദരിയായിട്ടിരിക്കുകയല്ലേ, ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ, യൗവനം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് നാണം. ആ ഇടയ്ക്കിടയ്ക്ക് ആശ്വാസ കുളിർമഴയുണ്ട്. അതെങ്ങനാ? നാട്ടിലുള്ളവരെല്ലാം എൻ്റെ വീട്ടിലോട്ട് കണ്ണും പായ്ച്ച് നോക്കിയിരിക്കുകയല്ലേ. എങ്കിലും എൻ്റെ പൊന്നുമോളെ ഇടയ്ക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ വേഷേ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൗതുകം കൂടി. ചേച്ചിയുടെ തോളിൽ കൈവച്ചിട്ട് പറ ചേച്ചി, ആരാണ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എടുത്ത വായിൽ പുള്ളിക്കാരനോട് ചോദിക്കുകയാണ്, മോൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നല്ലോ ഈ കാര്യത്തിലൊക്കെ. ഭർത്താവ് എന്നും കൂടെ കാണണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. എങ്കിൽ മോൾ ഗൾഫിൽ പോയിക്കോ, അവൻ്റെ കൂടെ പോയി നിന്നോ, ഞാൻ നോക്കിക്കോളാമല്ലോ. ഞാൻ പറഞ്ഞു ചേച്ചി അതൊന്നും വേണ്ട, ഇവിടെ ഞാനും വേണം. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ലേ കാര്യങ്ങൾ? മുൻ ഭർത്താവായിരുന്നു നല്ലതെന്ന് ചോദിച്ചു. കിളിക്കളി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കഥയൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മുൻ ഭർത്താവ് വലിയൊരു വീരനായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ കുട്ടികളുണ്ടാകാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴല്ലേ അദ്ദേഹം മരിച്ചുപോയത്. ചേച്ചി പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എന്തായാലും മോള് പ്രതീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല, ഒന്നും നടക്കില്ല, എല്ലാ എക്സ്റേ കണ്ണുകളാണ് എന്ന് പറഞ്ഞു. എന്നാണ് ചേച്ചിയുടെ കാര്യം? അത് പിന്നെ എനിക്ക് പേരുദോഷം ഉണ്ടല്ലോ, ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അതുപോലാണ് മോള് ഒരു കല്യാണം പോയിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചതല്ലേ. ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ചേച്ചി പിന്നീട് എന്നോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചില്ല. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. പോർച്ചിൽ കിടന്ന് ഞങ്ങളുടെ കാറ് മാറി പുതിയൊരു
വലിയ വാഹനം മേടിച്ചു, ഒരു SUV. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഇവിടെ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചിട്ടാണ് പോയത്. അവിടെയാണെങ്കിൽ ഒരു ഡ്രൈവറെ നിയമിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ വണ്ടി ബിസിനസ് ആവശ്യങ്ങൾക്ക് ഓടിക്കും, പിന്നെ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും വരും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി, ഡ്രൈവർ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറുടെ നമ്പർ എനിക്ക് തന്നിട്ടാണ് പോയത്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി വരും. ഒരു ദിവസം ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിനോട് പറഞ്ഞു, മോളെ, ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ഡ്രൈവറിൻ്റെ സ്ഥാനത്ത് നല്ല സുന്ദരനായ ഒരു ചെക്കനായിരുന്നെങ്കിൽ നിനക്ക് പുതിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായേനെ. പക്ഷേ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാശിനും കൊള്ളില്ല, അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ, എന്ത് ചെയ്യാനാ ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വന്ന് പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ ഡ്രൈവറിനെ മാറ്റാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ മോൾ ആദ്യം എന്നോട് പറയണം, ഹസ്ബൻഡിനോട് ചോദിച്ചേക്കണം, അല്ലെങ്കിൽ ഇവനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വിടണം. കാര്യം, നമുക്ക് പുതിയൊരു ഡ്രൈവറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ അടിപൊളിയായുള്ള 2-3 പിള്ളേരുണ്ട്, എല്ലാം ഡ്രൈവേഴ്സാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോളുടെ ഇഷ്ടം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് അടങ്ങി ഒതുങ്ങി താമസിക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ ശരിയാണ്, എങ്കിലും ഡ്രൈവർ ഉണ്ടെങ്കിൽ മോൾക്ക് കാര്യങ്ങളിലൊരു നീക്കുപോക്കുണ്ടാകും, അതും സൗന്ദര്യമുള്ളൊരുത്തം വന്നു കഴിഞ്ഞാൽ മോളെ പലതും നടക്കുമെന്ന് പറഞ്ഞ് ചേച്ചിനെ പ്രലോഭിപ്പിച്ചു. ചേച്ചിക്ക് ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ അവസാനം നമ്മൾ രണ്ടുപേരും കൂടെ കുഴിയിൽ ചാടരുതെന്ന്. ചേച്ചി പറഞ്ഞു, ഒരിക്കലുമില്ല, ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ മോള് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഭാഗ്യം പോലെ 2 മാസം കഴിഞ്ഞപ്പോൾ ആ ചെക്കന് ഗൾഫിലും കണ്ടു പോകാനുള്ളൊരു അവസരമുണ്ടായി. ഭർത്താവ് വേറൊരാളെ നിയമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ബന്ധത്തിൽ ആരോ ഉണ്ട്, അവർക്ക് ഒരു ജോലി കൊടുക്കണമെന്ന്. ചേച്ചി എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഭർത്താവിന് അങ്ങ് വല്ലാത്ത സ്നേഹമാണ്, അമ്മയെ വർഷങ്ങളായിട്ട് നോക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ചേച്ചിയുടെ ബന്ധുവിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി 4 ചെക്കന്മാരെ എന്നെ കാണിച്ചു. അതിൽ ഞാൻ പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത അത്രയും സൗന്ദര്യമുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേര് അനുരാജ്. അവൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. ഈ കമ്പനിയിൽ അവനെ അങ്ങ് ചേർത്തു. വീട്ടിലെ ആവശ്യങ്ങൾക്കും അവൻ വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴേ ചേച്ചിയുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അവനങ്ങ് കമ്പനിയായി. എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനും ഞാൻ കൂടെ കാണുമെന്ന്. ഞാൻ പറഞ്ഞു, മോനെ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന്. അവൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, കാറിലാണെങ്കിലും ചേച്ചിക്ക് എനിക്ക് വേണ്ടി ഒരു താജ്മഹൽ പടുത്തുയർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. പോടാ, അങ്ങനൊന്നും നടക്കില്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു. എങ്കിലും തടസ്സങ്ങളുണ്ട്. എല്ലാവരും വന്നു പോകുന്ന വീടാണ്, എല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഒരു ദിവസം ചേച്ചി പറഞ്ഞു, നമുക്ക് ഇവനെ കൊണ്ട് ഇവിടുത്തെ മുകൾ വശത്തെ വയറിംഗ് ഒക്കെ ചെയ്യിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു 2 മണിക്കൂർ എടുക്കാം. ഞാൻ താഴത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം, മോള് മുകളിലേക്ക് പോകൂ, അമ്മയോട് ഞാൻ പറയാം, അവൻ മുകളിൽ വയറിംഗ് ചെയ്യുകയാണ്, കണക്ഷൻ കൊടുക്കുകയാണെന്നും. ആ, എങ്കിൽ ചേച്ചി ഉപകാരമായെന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോയി. ഇതിൻ്റെ എല്ലാം കാര്യം പട്ടത്തിൻ്റെ അനുഭവങ്ങൾ എന്നെ മാടി വിളിക്കുകയാണ് മാഡം. അടങ്ങി ഒതുങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല. പുതിയ പുതിയ പർവ്വതങ്ങൾക്ക് മുകളിൽ കയറി നൃത്തം ചെയ്യാൻ എനിക്കൊത്തിരി മോഹമാണ്. വെറും ഒരു കുന്നിലോ സമതലത്തിലോ നിൽക്കുന്നതല്ല എൻ്റെ ആഗ്രഹങ്ങളും ദാഹങ്ങളും മോഹങ്ങളും. ചെക്കനാണെങ്കിൽ എന്തിനും റെഡിയായി നിൽക്കുകയാണ്. 2 മണിക്കൂർ ഞങ്ങൾ മുകളിൽ പോയി അവിടുത്തെ വയറിങ്ങൊക്കെ ശരിയാണോ നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ചു വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന്. അങ്ങനെയല്ല, വയറിങ്ങൊക്കെ നല്ല പെർഫെക്റ്റാണ്. എല്ലാ ഫ്യൂസുകളും നല്ല കമ്പി കെട്ടി നിൽക്കുകയാണ്. ഒരിക്കലും പൊട്ടിപ്പോകില്ല, ഇപ്പോഴെങ്ങും ഫ്യൂസ് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവനോട് ഞാൻ പറഞ്ഞു, മോൻ എന്താ ഇഷ്ടമെന്ന്, ചേച്ചിക്ക് എന്താണ് ഇഷ്ടമെന്നും പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, ട്രാൻസ്ഫോമർ അടിച്ചു പോകുമെന്ന്. അവൻ പറഞ്ഞു, ഇല്ല ചേച്ചിന്ന്. ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഇതിനായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, അണക്കെട്ടിൽ നിന്ന് നേരിട്ടുള്ള ട്രാൻസ്ഫോമറാണോ എന്ന്. അവന് അഭിനന്ദനത്തിൽ അലിഞ്ഞുപോയി. പിന്നെ എൻ്റെ നടനമായിരുന്നു. രംഗപടമുയർന്നു. ഞാൻ ചിലങ്കകൾ അണിഞ്ഞ് ആടിത്തുള്ളി. എനിക്ക് ആവേശം നിലയ്ക്കില്ല. 2-3 മണിക്കൂർ വേണമെങ്കിലും ഞാൻ പ്രാക്ടീസ് ഇല്ലാതെ നൃത്തം ചെയ്യാൻ മാത്രം എൻ്റെ മനസ്സിൽ പദചലനങ്ങൾ അടഞ്ഞുണർന്ന് കിടന്നിരുന്നു. ഒരു പച്ചത്തീയായി ഞാൻ മുനിഞ്ഞു കത്തി. അവനെൻ്റെ ഭാഗ്യമാണ്. പലപ്പോഴും ചേച്ചി എനിക്ക് പല അവസരങ്ങളും കാവൽ നിന്നുകൊണ്ട് റെഡിയാക്കി തന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധം ഇപ്പോഴും സ്മൂത്തായിട്ട് പോകുന്നത്. ഭർത്താവ് വരുമ്പോൾ അവൻ ഭവ്യത ഉള്ളവനെ പോലെ അഭിനയിക്കും. പക്ഷേ മാഡം, ഇപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവനിൽ നിന്ന് എൻ്റെ ഡേറ്റ് തെറ്റി. എന്ത് ചെയ്യണമെന്നറിയില്ല. ചെക്കനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും ഒന്നും അറിയില്ല.
അവൻ പേടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ചേച്ചി ഒഴിവാക്കണം. ഹസ്ബൻഡ് ഇനി 3 മാസം കഴിഞ്ഞിട്ടേ നാട്ടിൽ വരികയുള്ളൂ. വന്നിട്ട് പോയിട്ട് കുറേ കാലവുമായി മാഡം. അറിഞ്ഞിട്ട് 10 ദിവസമായി മാഡം. എളുപ്പം എനിക്കൊരു മറുപടി തരണം. എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്? ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ മാഡം? കുട്ടി ഉണ്ടാകാത്തതിനെ പറ്റിയിട്ടൊന്നും എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ഓർത്തത് ഇല്ല. കാര്യം നേരത്തെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരു സുരക്ഷയും നോക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് പോയാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മാഡം പെട്ടെന്ന് പറഞ്ഞു തരണം. ഞാനൊരു എമർജൻസിയിലാണെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇത് പുതുമയുള്ള ഒരു കത്തൊന്നുമല്ല. കാര്യം നമുക്ക് ഇതുപോലുള്ള കുറേയധികം അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾക്ക് അർമാദിച്ച് നടന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഒത്തിരി ആൾക്കാർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള കാര്യം മാത്രമാണ്. നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോവുക. അതിന് ചേച്ചിയുടെ സഹായം കൂടി തേടാം. അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സമാധാനിപ്പിച്ചിട്ട് അവിടെ പോവുക. അപ്പോൾ ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല, 2-3 മാസമൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് കോംപ്ലിക്കേറ്റഡ് ആകുകയുള്ളൂ. അതിനു മുമ്പേ തന്നെ എത്രയും പെട്ടെന്ന് ഈ കത്ത് വായിച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ കൂടി ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. കാര്യങ്ങൾ അവിടെ വള്ളിയും പുള്ളിയും തെറ്റാതെ പറയുക. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ രീതിയിൽ തന്നെ പരിഹരിക്കാവുന്നതാണ്. മുന്നോട്ട് പോയാൽ അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നേ ഉള്ളൂ. ഈ ഏർലി സ്റ്റേജിലാണെങ്കിൽ ഓക്കെയാണ്. ഡോക്ടർമാരോട് യഥാർത്ഥ കാര്യം തുറന്നു പറഞ്ഞാൽ മതി, നിങ്ങളെ സഹായിക്കാനാകും. വെച്ചുകൊണ്ടിരുന്നാലാണ് പ്രശ്നമാകുന്നത്. പല ആളുകൾക്കും ഇതാണ് അബദ്ധം പറ്റുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു മെഡിക്കൽ അസിസ്റ്റൻസ് തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ പർവ്വതീകരിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാതെ എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുക. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തിനാണ് സദാചാരപരമായ കുടുംബജീവിതം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതല്ലാതെ സ്വന്തമായി നടന്നുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, അങ്ങനെയുള്ള ജീവിതത്തിൽ എപ്പോഴും പ്രിക്കോഷൻസ് എടുക്കുക. അങ്ങനെയാകുമ്പോഴേക്കും എല്ലാം ആസ്വദിക്കാം, ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലേക്ക് തിരിയുന്നതാണ് നല്ലത്. അല്ലാതെ ചിലപ്പോൾ അടങ്ങി ഒതുങ്ങി കഴിയുന്നൊരു ജീവിതശൈലി നിങ്ങൾക്ക് ചേർന്നെന്നിരിക്കില്ല.